കൊല്ലത്ത് നിർമ്മാണ ജോലികൾ നടന്നുവരുന്ന ദേശീയപാതയിൽ വിള്ളൽ. കാവനാട് ആൽത്തറമൂട് മേൽപ്പാലത്തിൽ 6 വരി ദേശീയപാതയുടെ റോഡിന്റെ വശങ്ങളിലാണ് വിള്ളൽ കണ്ടത്. മേൽപ്പാലം വഴിയുള്ള ഗതാഗതം പൂർണ്ണമായും ആരംഭിച്ചിട്ടില്ല. എങ്കിലും സർവീസ് റോഡ് വഴി നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്നതിനാൽ ജനങ്ങൾ ആശങ്കയിലാണ്. കൊല്ലത്ത് ദേശീയപാത നിർമ്മാണം നടക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും വലിയ പരാതികളായിരുന്നു ഉയർന്നത്. അങ്ങനെയാണ് മൈലക്കാട് മാസങ്ങൾക്ക് മുൻപ് നിർമ്മാണത്തിലിരിക്കെ ഇത്തരത്തിൽ ആറി വാൾ ഉൾപ്പെടെ തകർന്നു വീഴുകയും ചെയ്തത്. സമാന പരാതികൾ, അതായത് ആറി വാളിന്റെ ബന്ധപ്പെട്ടുകൊണ്ട് സമാന പരാതികൾ പല ഭാഗത്തു നിന്നും വരുന്നു. കാവനാട് ആൽത്തറമൂടിലാണ് ഈ പണി ഏകദേശം പൂർത്തിയായി ടാറിംഗ് നടത്തിയ റോഡിനെ സംബന്ധിച്ച് പരാതി വരുന്നത്. കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുൻപാണ് ആദ്യഘട്ടത്തിൽ ഇവിടെ ഈ വിള്ളൽ പ്രത്യക്ഷപ്പെട്ടത്. പെട്ടെന്ന് ആരും തിരിച്ചറിയാതിരിക്കാൻ ആ ദേശീയപാതയുടെ നിർമ്മാണം നടത്തുന്ന കരാർ കമ്പനി തന്നെ ഇത്തരത്തിൽ ടാറൊക്കെ കൊണ്ട് ഒഴിച്ചെങ്കിൽ പോലും കഴിഞ്ഞ ദിവസമൊക്കെ വീണ്ടും മഴ പെയ്തപ്പോൾ ആ വിള്ളൽ വീണ്ടും പ്രത്യക്ഷപ്പെടുകയാണ്. ഇപ്പോൾ വിള്ളൽ ഇങ്ങനെ വന്നിരിക്കുകയാണ് വീണ്ടും. നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് കാവനാട് ആൽത്തറമൂടിന് സമീപത്തായിട്ടുള്ള ഏതാണ്ട് 20 അടിക്ക് മുകളിലുള്ള ഉയരപ്പതിലാണ് നമ്മളിവിടെ നിൽക്കുന്നത്. ഇപ്പോൾ 2 ദിവസം മുമ്പാണ് നമ്മൾ ഈ വിള്ളൽ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. കാൽനട യാത്രക്കാരാണ് ഇത് കാണുന്നത്. അപ്പോൾ ഇത് വിള്ളൽ സംഭവിച്ച ഇതേ സ്ഥലത്ത് തന്നെ 2 മാസം മുമ്പ് അന്ന് അവർ റോഡ് ടാർ ചെയ്യുക കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഈ ആറിവാളിനകത്ത് മണ്ണിട്ട് ഫില്ല് ചെയ്ത സ്ഥലമാണ്. അപ്പോൾ ഈ ആറിവാൾ പുറത്തോട്ട് ബൾജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ 2 മാസം എനിക്കൊന്ന് മാർച്ച് 10-11 ഒക്കെയാണെന്ന് തോന്നുന്നു. ആ സമയത്ത് നമ്മൾ കൃത്യമായിട്ട് ഇതിന്റെ ഫോട്ടോസ് എടുത്ത് കളക്ടറേയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും എല്ലാം നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് പ്രകാരം അവർ വരികയും ഈ ഫില്ല് ചെയ്തേക്കുന്ന മണ്ണ് മൊത്തം റിമൂവ് ചെയ്തിട്ട് ആറിവാൾ ഒന്നെന്ന് പറഞ്ഞാൽ റീഇൻസ്റ്റാൾ ചെയ്തിട്ട് പിന്നെ മണ്ണിട്ടിട്ടാണ് ഫില്ല് ചെയ്തത്. അവിടെ തന്നെയാണ് ടാർ ചെയ്ത് വാഹനങ്ങൾ ഓടി തുടങ്ങുന്നതിന് മുമ്പ് ഈ 100 മീറ്ററോളം ഗ്യാപ്പിൽ വിള്ളൽ സംഭവിച്ചു. പ്രദേശവാസി ചേരുന്നുണ്ട്. ഒരു പേടിയായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും ഇത് ഒരു തുടർക്കഥയായി മാറുക. കാരണം ഒരു 2 മാസം മുമ്പ് ഇതേമാതിരി തന്നെ ഇത്രയും സ്ഥലം ആറി വാളിട്ട് ഫില്ല് ചെയ്ത് മണ്ണിട്ട് വന്ന സാധനം മൊത്തത്തിൽ ഇടിഞ്ഞുപോയി. ആദ്യം ഒരു വിള്ളൽ വന്നു, പുറത്തറിയാതിരിക്കാൻ വീണ്ടും അതിന്റെ പുറത്ത് ടാർ ഉരുക്കി ഒഴിച്ചു. അതും കഴിഞ്ഞിട്ടാണ് വീണ്ടും എന്ന് പറഞ്ഞാൽ അത് ഡെപ്ത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ പരാതിയൊക്കെ പറയുമ്പോൾ എന്താണ് ഇവരൊക്കെ പറയുന്നത്? എന്തെങ്കിലും നടപടി ഉണ്ടാകുമോ? നടപടി ഉണ്ടാകുന്ന സർക്കാർ വിചാരിക്കണം, അല്ലാതെ നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ. സ്കൂൾ തുറന്നു കഴിയുമ്പോഴാണ് പ്രശ്നം നടക്കാൻ പോകുന്നത്. കാരണം ഈ സർവീസ് റോഡിന് വീതിയില്ല. ഇവിടെ വന്ന് എല്ലാം കൂടെ ബ്ലോക്കാവും. ബ്ലോക്കായി ഇവിടെ കിടക്കുന്ന സമയത്ത് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ എത്ര കൊച്ചുങ്ങളുടെയൊക്കെ പ്രശ്നങ്ങളാണെന്നറിയാം. രാവിലെ 7:30 തൊട്ട് 9 വരെ ഏതാണ്ട് ഒരു 10-300 വണ്ടി പോകും. അതാണ് പറയുന്നത്. ഈ സ്കൂളൊക്കെ തുറക്കാൻ പോകുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസത്തെ ടാറൊക്കെ ഇപ്പോഴും കാലിലൊക്കെ ഒട്ടിപ്പിടിക്കുന്നുണ്ട്. ഈ ഇടയ്ക്ക് ഈ ആളുകൾ മറ്റാരും കാണാതെ അറ്റകുറ്റപ്പണികളൊക്കെ നടത്താൻ ഒരു ശ്രമം നടത്തി ആ റോഡൊക്കെ പൊളിച്ചുകൊണ്ട്. പക്ഷെ നാട്ടുകാരത് തടഞ്ഞിട്ടിരിക്കുകയാണ്. ഈ പരാതികൾ ഉയർന്നു. എന്താണ് നിങ്ങളുടെ അടുത്തിനി പ്രതിഷേധത്തിലേക്കൊക്കെ പോകാനാണോ? തീർച്ചയായും ഇത് വലിയൊരു ജനകീയ പ്രക്ഷോഭമായി മാറ്റുകയാണ്. ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ അത് തന്നെയാണ് പറയുന്നത്. മൈലക്കാട് ഒരു അനുഭവം ഉണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ പലയിടങ്ങളിലും വയഡക്റ്റിലേക്കൊക്കെ മാറ്റാൻ തീരുമാനമെടുത്തു. ഈ കാവനാടും ആളുകൾ നേരത്തെ അത്തരത്തിൽ തൂണുകളിൽ പാലം പണിയണം എന്നുള്ള ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നെങ്കിലും നടന്നില്ല. കരാർ കമ്പനിയും പലപ്പോഴും കൃത്യമായി അല്ലെങ്കിൽ അതിന്റെ മേൽനോട്ടം വഹിക്കേണ്ട ഉദ്യോഗസ്ഥർ ഇല്ലാതെ നിർമ്മാണം നടത്തുന്നു എന്നുള്ളതാണ് നാട്ടുകാരുടെ പരാതി. ശിവാലയക്കെതിരെ പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ പരാതിയൊക്കെ ഉയർന്നിട്ടുണ്ട്. എന്തായാലും ഇത്രത്തോളം ഗൗരവമായി നാട്ടുകാർ വിഷയങ്ങൾ പറയുന്നത് കൊണ്ട് തന്നെ ഉടനെ ഒരു നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. കൊല്ലത്ത് നിന്ന് ബിജു മടവൂരിനൊപ്പം ലിജോ റോളൻസ്, മീഡിയ 1.